അനന്തങ്കാട് മൂവി കണ്ട് ഞാൻ ദാ വന്ന് കയറിയതേ ഉള്ളൂ. ചൂടോടുകൂടെ നിങ്ങളെയും കൂടെ വിശേഷം അറിയിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതി നമ്മുടെ ഗോകുലം ഗോപാലനും വിനോദ് കുമാർ മിനി സ്റ്റുഡിയോന്റെ ബാനറിൽ നിർമ്മിച്ച പടമാണ്. പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഫൈറ്റും അതുപോലെ തന്നെ ആക്ഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടമാണ്. ഒരുപാട് ആക്ടേഴ്സ് ലൈനപ്പ് ആയിട്ടുള്ള ഒരു മൂവി കൂടെയാണ്. കാരണം നമ്മുടെ തമിഴ് മൂവി സ്റ്റാർ ആയിട്ടുള്ള ആര്യ ഇതിലേക്ക് വന്നതാണ്. ആള് മലയാളിയാണെങ്കിൽ കൂടിയും ഈ ഒരു മൂവിയിൽ പോകുന്ന ഒരു തമിഴ് ബേസിൽ തന്നെയാണ്. ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി കൂടെയാണ്. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ലൈനപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ആര്യ, പിന്നെ കന്നഡ ആക്ടേഴ്സ്, തെലുഗു ആക്ടേഴ്സ്, പിന്നെ നമ്മുടെ KGF 3 വില്ലൻ സാറും ഈ ഒരു മൂവിയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടന്റെ റോള് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തിയേറ്റർ ഫയർ ആക്കിയത് ഇന്ദ്രൻ ചേട്ടനാണെന്ന് തന്നെ പറയണം. പുള്ളിക്കാരന്റെ ഓരോ ഡയലോഗ് ഡെലിവറിങ്ങും എല്ലാം നമ്മൾ ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യടി ആളാണ് മേടിച്ചു കൂട്ടിയേക്കുന്നത്. കാരണം ഇന്ദ്രൻ ചേട്ടന്റെ ഓരോ ഡയലോഗും വരുമ്പോൾ നമുക്കിങ്ങനെ യെസ്, അത് അവിടെ വേണ്ട സാധനമായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. പിന്നെ പറയേണ്ടത് നമ്മളുടെ അപ്പാനി ശരത്തേട്ടൻ ഒരു മാസ സാധനമുണ്ട്. അത് കാണുമ്പോൾ നമ്മളിങ്ങനെ രോമാഞ്ചം പൊങ്ങി നിൽക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് വരുന്നത്. പിന്നെ നമ്മൾ എന്തായാലും മുരളി ഗോപി സാറാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ ഒരു ലെവല് എക്സ്പെക്ടേഷനോടുകൂടെ തന്നെ പോവാം. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് സോങ്സ് അധികം വർക്കൗട്ട് ആയില്ല. പാട്ടുകൾ അധികം വർക്ക് ആവാനത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഡയലോഗ്സിനേക്കാളും കൂടുതൽ ആക്ഷൻ നല്ല പോലെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആര്യയുടെ ഒരു കംബാക്ക് സീനും ഉണ്ടാവും. അത് പൊളി, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. ആര്യയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. മലയാളം ഇൻഡസ്ട്രിയുടെ ഹീറോ ആയിട്ടെന്ന് നമുക്ക് ഈ ഒരു മൂവിയിൽ ഒരാളെ മാത്രം നമുക്ക് ഹീറോ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു വില്ലന് പോലും ആ ഒരു സ്ക്രീൻ പീരീഡ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു റോള് എടുത്തു പറയാൻ തോന്നിയെന്ന് പറയുന്നത് നമ്മുടെ ശാന്തി ചേച്ചി ഇതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിൻ്റെ ഒരു ഡെപ്തും ഇതെല്ലാം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ശാന്തി ചേച്ചിയുടെ. അപ്പൊ ഒരു ലെവൽ പെർഫോമൻസും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയത്. ശാന്തി ചേച്ചി പെർഫോമൻസ് വൈസ് ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് മ്യൂസിക് സോങ്സ് അധികം വർക്കൗട്ട് ആയില്ലെങ്കിലും ഓരോ ഷോട്ടിലും വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു. നമ്മളുടെ മ്യൂസിക് ചെയ്തത് അജ്നീഷ് ലോക്നാഥാണ്. നമ്മളുടെ കാന്താര മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. പുള്ളിയാണ് അത്രയും ഹിറ്റായിട്ടുള്ള മ്യൂസിക് ഇറക്കിയ പുള്ളിയാണ് നമ്മളുടെ ഈ ഒരു അനന്തൻ കാട് എന്നുള്ളൊരു മൂവിയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. കൂടാണ്ട് ഈ ഒരു പേരിനോട് തന്നെ നീതി പുലർത്തുന്ന ഒരു പടം തന്നെയാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ഒരു 1890s സെറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ഒരുപാട് സെറ്റ് ഇട്ടിട്ടുള്ള ഷോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ റിയലിസ്റ്റിക് ആയിട്ട് VFX-കാരുടെ ടീമിന്റെയും എടുത്തു പറയണം. നല്ലൊരു എഫേർട്ട് തന്നെ ഇട്ടേക്കുന്ന ടീമായിരുന്നു VFX-ന്റെയും. ഓൾമോസ്റ്റ് ഒരു 2000-3000 ആർട്ടിസ്റ്റ് ഒക്കെ ഒരുമിച്ച് വരുന്ന ഷോട്ടൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ആർട്ടിസ്റ്റിന്റെ ഒരുമിച്ചുള്ള ഒരു എഫേർട്ട് തന്നെയാണ് ഈ അനന്തൻ കാട് എന്നുള്ളൊരു മൂവി. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പടം ഇഷ്ടമായോ ഇല്ലേ എന്ന് നമ്മളുടെ ഈ ഒരു കമന്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ ഓണസ്റ്റ് റിവ്യൂ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫാക്ടർ എന്നുള്ളത് ഈ ഒരു കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് മൂവി, ബൈ ബൈ.